Hi students, last day we were discussing the departmental stores. What is departmental stores? What are the major features? And what are the advantages and disadvantages of having a departmental stores? These all were discussed. So today we are moving on to the last portion of your module number 4, that is the multiple shops or the chain stores. മൾട്ടിപ്പിൾ ഷോപ്സ് എന്നാണ് അതിനെ വേറൊരു പേരാണ് ചെയിൻ സ്റ്റോഴ്സ്. ഇതെന്താണെന്നാണ് ഇനി പഠിക്കേണ്ടത്. സോ വാട്ട് ഈസ് എ മൾട്ടിപ്പിൾ സ്റ്റോർ? ഇറ്റ് ഈസ് എ ഔട്ട്ലെറ്റ് ഫോർ മാസ് ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് കുറേ പ്രൊഡക്റ്റ് ഒരുമിച്ച് കുറേ പീപ്പിളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മോസ്റ്റ്ലി മൾട്ടിപ്പിൾ സ്റ്റോഴ്സ് അല്ലെങ്കിൽ ചെയിൻ സ്റ്റോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ദേ ഡിസൈൻഡ് ആസ് എൻ ഔട്ട്ലെറ്റ് ഫോർ ദി മാസ് ഡിസ്ട്രിബ്യൂഷൻ. And these multiple stores can also be called as chain stores because it is a branch of or is a system of branch shops dealing in similar line of products. ഒരേ ടൈപ്പിലുള്ള പ്രൊഡക്ട്സുകൾ വിൽക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് ഷോപ്സിനെ, ഒരു സിസ്റ്റം ഓഫ് ബ്രാഞ്ചസിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ഷോപ്സ് എന്ന് പറയുന്നത്. ഇതിൽ ശരിക്കും നടക്കുകയെന്ന് വെച്ചാൽ ഇതൊരു പല ഷോപ്സ് ഉണ്ടാവും. ബട്ട് ദീസ് ഓൾ ഷോപ്സ് വിൽ ബി സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ്. അവരെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റിലായിരിക്കും. ഒരു ഹെഡ് ഓഫീസ് ഉണ്ടാവും. അവരായിരിക്കും ഇവരുടെ ഓരോ ബ്രാഞ്ച് ഓഫീസുകളുടെ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്നത്. സോ ദീസ് branch offices or the shops will be located on different parts of a country and all will have the same name. ഒരേ പേരിലായിരിക്കും. ഇപ്പം നമ്മളുടെ ഒരു ഫുഡ് ഔട്ട്ലെറ്റ്സ് അല്ലെങ്കിൽ ഇപ്പം റിലയൻസ് എന്ന് വിചാരിച്ചത്, റിലയൻസിൻ്റെ ട്രെൻഡ്സ് കുറേ എണ്ണമുണ്ട്, കുറേ ബ്രാഞ്ച് ഓഫീസുകളുണ്ട് ഇല്ലേ. അപ്പോൾ ആ ബ്രാഞ്ച് ഓഫീസുകളായിട്ട് അവർ ഒരേ ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ആയിരിക്കും. റിലയൻസ് ട്രെൻഡ്സ് എന്ന് വെച്ചാൽ ഡ്രസ് ഐറ്റംസ് ഫോർ ദ മെൻ, വിമൻ ആൻഡ് ഓൾസോ ദ ചിൽഡ്രനിൽ ബോയ്സ് ഗേൾസ് എന്നുള്ള ടൈപ്പിൽ നമ്മൾ ഗുഡ്സ് സെല് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് ഓരോരോ ബ്രാഞ്ച് ഓഫീസ് പല കൺട്രീസിൻ്റെ പല ലൊക്കേഷൻസിലുണ്ടാവും. അതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഒരു ഹെഡ് ഓഫീസ് ഉണ്ടാവും. അവരായിരിക്കും സെൻട്രലൈസ് മാനേജ് ചെയ്യുന്നത് ഈ ഓരോ ബ്രാഞ്ച് ഷോപ്സും. സോ ദേ വിൽ ഹാവ് ദ സെയിം നെയിം അല്ലേ. എല്ലായിടത്തും റിലയൻസ് സ്റ്റോഴ്സിന് ഒരേ പേരല്ലേ, അല്ലെങ്കിൽ റിലയൻസ് ട്രെൻഡ്സിന് ഒരേ പേര് തന്നെ. ദേ ഡോണ്ട് ചേഞ്ച് ദ നെയിം. ആൻഡ് ഹെഡ് ഓഫീസ് ആയിരിക്കും നമുക്ക് ബ്രാഞ്ചിലേക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഹെഡ് ഓഫീസിൽ നിന്നായിരിക്കും. ആൻഡ് ദേ വിൽ സെൽ ദ ഗുഡ്സ് അറ്റ് എ പ്രൈസ് ഫിക്സ്ഡ് ബൈ ദ ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസാണ് പ്രൈസും ഫിക്സ് ചെയ്യുന്നത്. പ്രൈസ് ഫിക്സ് ചെയ്യുന്ന റേറ്റിൽ തന്നെയായിരിക്കും നമ്മുടെ ബ്രാഞ്ച് ഓഫീസുകളും ഗുഡ്സ് സെല് ചെയ്യുന്നത്. ആൻഡ് ദി തിങ് ഈസ് ദാറ്റ് എല്ലാവർക്കും കൂടെ ഒറ്റൊരു അഡ്വർടൈസ്മെൻറ്റ്സ് മതി. നമ്മൾ ഓരോരോ ബ്രാഞ്ചുകൾക്കായിട്ടല്ലല്ലോ റിലയൻസിനൊന്നും അഡ്വർടൈസിങ് കാണുമ്പോൾ ഒരു റിലയൻസിൻ്റെ ടോട്ടലായിട്ടൊരു അഡ്വർടൈസിങ് കാണും. അതേപോലെ വിൻഡോ ഡിസ്പ്ലേസും അതർ ഓപ്പറേഷൻസും എല്ലാം. ഇപ്പം ഒരിടത്ത് ഡിസ്കൗണ്ട് കൊടുക്കുന്നെങ്കിൽ അടുത്തടുത്തും ഡിസ്കൗണ്ട് കൊടുക്കും. ഇത്ര % ഫ്ലാറ്റ് സെയിൽ എന്ന രീതി നമ്മൾ കാണാറുണ്ട്. ആ ഓപ്പറേഷൻസ് എല്ലാം ഒരേപോലെ സെൻട്രലൈസ്ഡ് ആയിരിക്കും ഫ്രം ദി മെയിൻ ഓഫീസ്. അപ്പം ഇതിന് വേറെ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്ന നമ്മുടെ മാവേലി സ്റ്റോഴ്സ് അല്ലെങ്കിൽ ബാറ്റ ഷൂവിൻ്റെ ഷോപ്പ്, അതെല്ലാം ചെയിൻ സ്റ്റോഴ്സാണ്. സോ ഒരു മൾട്ടിപ്പിൾ ഷോപ്പ് അല്ലെങ്കിൽ ചെയിൻ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു മാസ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടുണ്ടാക്കുന്ന ഒരു ഔട്ട്ലെറ്റ് ആണ്. ദേ വിൽ ഹാവ് എ സിസ്റ്റം ഓഫ് ബ്രാഞ്ച് ഷോപ്സ് ഡീലിംഗ് വിത്ത് എ സിമിലർ ലൈൻ ഓഫ് പ്രൊഡക്ട്സ്. ഒരേ ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ആയിരിക്കും. ആൻഡ് ഈച്ച് ബ്രാഞ്ച് വിൽ ബി ഓപ്പറേറ്റഡ് അണ്ടർ സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് by a head office, and all the branch shops and the head office will have a single name. ഒരു ഒറ്റ പേരിലായിരിക്കും അവരെല്ലാവരും വർക്ക് ചെയ്യുന്നത്. ആൻഡ് ദ പ്രൈസ് ഫോർ ദ പ്രൊഡക്ട്സ് വിൽ ബി ഫിക്സ്ഡ് മെയിൻലി ബൈ ദിസ് ഹെഡ് ഓഫീസ്. ആൻഡ് ദർ വിൽ ബി ഓൾവേസ് എ യൂണിഫോർമിറ്റി ഇൻ ദ അഡ്വർടൈസിങ്, വിൻഡോ ഡിസ്പ്ലേ ആൻഡ് അതർ ഓപ്പറേഷൻസ് അറ്റ് എ ബ്രാഞ്ച്. ഡിസ്കൗണ്ട് കൊടുക്കുന്ന ഏത് ഓപ്പറേഷൻസ് ആണ്, ഇപ്പോൾ ബൈ 2 get 1 ഫ്രീ എന്ന രീതിയിലൊക്കെ കാണത്തില്ലേ, അത് ഇങ്ങനെ റിലയൻസിലൊക്കെ വരുന്നെങ്കിൽ ഒരിടത്തുണ്ടെങ്കിൽ അടുത്ത ഷോപ്പിലും ഉണ്ടാവും, അടുത്ത ബ്രാഞ്ച് ഓഫീസിലും ഉണ്ടാവും. ദാറ്റ് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ദിസ് മൾട്ടിപ്പിൾ ഷോപ്സ് ഓഫ് ദി ചെയിൻ ഷോപ്പ്. അത് ഈ റിലയൻസ് പോലുള്ള വേറൊരു എക്സാമ്പിളാണ് മാവേലി സ്റ്റോർ അല്ലെങ്കിൽ ബാറ്റ ഷൂവിൻ്റെ ഷോറൂം, ഷൂസിൻ്റെ ഔട്ട്ലെറ്റ്സ്. ഇതെല്ലാമാണ് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മേജർ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഒരേ ഗുഡ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഒരേ പോലത്തെ ഗുഡ്സ്. ഇപ്പോൾ ഡ്രസ്സിൻ്റെ തന്നെയാണെങ്കിൽ ഒരേ ടൈപ്പ് ഗുഡ്സ് തന്നെ ഉണ്ടാവും, അതല്ലെങ്കിൽ ഒരേ ലൈനിലുള്ള ഗുഡ്സും ഉണ്ട്. ഇപ്പം പല ആൾക്കാരുടെ ഡ്രസ്സ് ഉണ്ടല്ലോ ഇപ്പോൾ റിലയൻസിലാണെങ്കിൽ. അതേപോലെ ഇപ്പോൾ ബാറ്റ ഷൂവിലാണെങ്കിൽ ഷൂസ് മാത്രം, അപ്പോൾ 1 ടൈപ്പ് ഓഫ് ഗുഡ്സ് തന്നെയായിരുന്നു. മാവേലി സ്റ്റോഴ്സിലാണെങ്കിൽ പല ടൈപ്പ് ഓഫ് ഗുഡ്സ് ഉണ്ട്. ഗ്രോസറി തന്നെ പലത്, പയറുവർഗ്ഗങ്ങൾ അല്ലാതെ ധാന്യങ്ങൾ, അങ്ങനെ പല രീതിയിൽ പക്ഷെ എല്ലാം ഒരേ ലൈനാണ്. ഫുഡ് പ്രൊഡക്ട്സ് എന്ന ലൈൻ ഓഫ് ഗുഡ്സ് ആയിരിക്കും. സോ ദേ ഡീൽ വിത്ത് 1 or few lines of goods. Then all branches will be dealing with the similar goods. എല്ലാ ബ്രാഞ്ചുകൾക്കും ഒരേ ഗുഡ്സ് ആയിരിക്കും, സിമിലർ ഗുഡ്സ് ആയിരിക്കും. അല്ലാതെ ഒരു ബ്രാഞ്ചിലെ ഗുഡ്സ് വേറെ ബ്രാഞ്ചിൽ വേറെ എന്ന രീതിയിലല്ല, ഒരേ ടൈപ്പ് ആയിരിക്കും. Then it has a centralized buying and centralized selling.
ഡീസെൻട്രലൈസ് സെല്ലിംഗ്, സെൻട്രലൈസ്ഡ് ആയിട്ടായിരിക്കും ബൈയിങ് ചെയ്യുന്നത് വെച്ചാൽ ഒരു മെയിൻ ഹെഡ് ഓഫീസ് ആയിരിക്കും അവർക്ക് എല്ലാ ഗുഡ്സും പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ തന്നെയായിരിക്കും എല്ലായിടത്തോട്ടും എല്ലാ ബ്രാഞ്ചിലോട്ടും സപ്ലൈ ചെയ്യുന്നത് ഗുഡ്സ്. എന്നാൽ അവിടെ നിന്ന് ഓരോരുത്തരും വന്ന് വാങ്ങുമ്പോൾ ആ ഡീസെൻട്രലൈസ്ഡ് സെല്ലിംഗ് ആ ചെയ്യുന്നത്, ഓരോ ബ്രാഞ്ച് ഓഫീസാണ് വിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് സെല്ലിങ്ങും സെൻട്രലൈസ്ഡ് ബൈയിങ് ആക്ടിവിറ്റിയാണ് ഒരു മൾട്ടിപ്പിൾ ഷോപ്പ് അല്ലെങ്കിൽ ഒരു ചെയിൻ സ്റ്റോറിൽ നടക്കുന്നത്. ദെൻ ദ വർക്കിംഗ് ഈസ് ഓൺ എ ക്യാഷ് ആൻഡ് ക്യാരി ബേസിസ്. ഓൺ ക്യാഷ് ആൻഡ് ക്യാരി ബേസിൽ നമ്മൾ കാശ് കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്ന രീതിയിലാണ് അതിൽ വർക്കിംഗ് നടക്കുന്നത്. അല്ലെങ്കിൽ അവർ തന്നെ ബ്രാഞ്ച് ഓഫീസ് ഗുഡ്സ് നമ്മുടെ ഹെഡ് ഓഫീസിൽ നിന്ന് വാങ്ങുന്നതും ഓൺ ക്യാഷ് ആൻഡ് ക്യാരി പ്രിൻസിപ്പിൾ തന്നെയാണ് അവരും ഹാൻഡിൽ ചെയ്യുന്നത്. ആൻഡ് ദീസ് ഗുഡ്സ് ഇവിടെ നിന്ന് നമ്മൾ വാങ്ങുന്ന ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡ്യൂറബിൾ ഗുഡ്സ് ആയിരിക്കും. ഇപ്പോൾ ഡ്രസ് ഐറ്റംസ് ആയിട്ട് ഡ്യൂറബിൾ ഗുഡ്സ് ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രോസറി ഐറ്റംസ്, മാവേലി സ്റ്റോഴ്സിലുള്ളതെന്ന് വെച്ചാൽ ഗ്രോസറി ഐറ്റംസ്, അപ്പോൾ ഡെയിലി യൂസിനുള്ള ഐറ്റംസ് ആവാം. അങ്ങനത്തെ ഗുഡ്സൊക്കെയാണ് അവിടെ വിൽക്കുന്നത്. അപ്പോൾ ഇതിവിടെ മെയിൻലി മിഡിൽ മെന്നിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ മെയിൻ ഓഫീസിൽ നിന്ന് ബ്രാഞ്ച് ഓഫീസിലേക്ക് പ്രൊഡക്ട്സ് കൊടുക്കുന്നു, അവിടെ സെയിൽസ്മാൻ വെച്ചിട്ട് സെല് ചെയ്യുന്നു. അല്ലാതെ ഒരു മിഡിൽ മെൻ, ഒരു ഹോൾസെയിലറോ റീറ്റെയിലേഴ്സോ ഏജൻസോ ബ്രോക്കേഴ്സോ ഒന്നും ഒരു മൾട്ടിപ്പിൾ ഷോപ്പ് അല്ലെങ്കിൽ ചെയിൻ സ്റ്റോർ സിസ്റ്റത്തിൽ ആവശ്യമില്ല. സോ യു ക്യാൻ എലിമിനേറ്റ് ദ മിഡിൽ മെൻ ഇൻ ടോട്ടൽ ആൻഡ് ദർ വിൽ ബി ഓൾവേസ് എ യൂണിഫോമിറ്റി ഓൺ ഓപ്പറേഷൻസ്. എല്ലാ ഓപ്പറേഷൻസ് ആണെങ്കിലും ക്യാഷിൻ്റെ ആണെങ്കിലും ഡിസ്കൗണ്ട്സിൻ്റെ ആണെങ്കിലും എല്ലാത്തിൻ്റെ ഓപ്പറേഷൻസ്, എല്ലാ കൈൻഡ് ഓഫ് ഓപ്പറേഷൻസും യൂണിഫോം ആയിരിക്കും. അവരുടെ HR ആക്ടിവിറ്റീസ് ആണെങ്കിൽ അവർക്കൊക്കെ ലീവ് കിട്ടുന്ന ഒരു ദിവസം, അങ്ങനെ എല്ലാ രീതിയിലുള്ള ഓപ്പറേഷൻസ് ഒരു ബാങ്കിൽ നടക്കുന്ന, ഒരു ബ്രാഞ്ചിൽ നടക്കുന്ന എല്ലാം യൂണിഫോം ആയിരിക്കും. ആൻഡ് ഓൾ ദീസ് വിൽ ബി കൺട്രോൾ ബൈ ദി ഹെഡ് ഓഫീസ്. എല്ലാ ഡ്യൂട്ടീസും വെച്ചാൽ ഇതിൻ്റെ കൺട്രോൾ, മാനേജ്മെൻറ്റ് എല്ലാം വെസ്റ്റ് ചെയ്തിരിക്കുന്ന ഹെഡ് ഓഫീസറിൻ്റെ മേലിലായിരിക്കും. So these are the major features of a multiple shop. What are they? They deals with the one or few lines of goods. All the branches will be dealing with the similar goods. Then it has a buying, centralized buying and a decentralized selling. ഒരുമിച്ച് വാങ്ങി പല ബ്രാഞ്ചസ് ആയിട്ട് വിൽക്കുന്നു. The working is on a cash and carry principle. ക്യാഷ് കൊടുത്ത് സാധനങ്ങൾ കൊണ്ടുപോവുക എന്ന രീതിയിലാണ് ഇവരുടെ പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്നത്. They deals with the goods which are for the daily use and also sometimes durable goods. ഡ്രസ്സ് എന്ന മെറ്റീരിയൽ പോലെ ഡ്യൂറബിൾ ആവാം, ഗ്രോസറി പോലെ ഡെയിലി യൂസ് ഉള്ള ഗുഡ്സും നമുക്ക് മൾട്ടിപ്പിൾ ഷോപ്സ് അല്ലെങ്കിൽ ചെയിൻ സ്റ്റോഴ്സിൽ കൂടെ വിൽക്കാവുന്നതാണ്. ദെൻ മിഡിൽ മെന്നിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഒട്ടും ഉണ്ടാകത്തില്ല. നമ്മൾ ഡയറക്റ്റായിട്ട് ബ്രാഞ്ചിലേക്കാണ് ഗുഡ്സ് കൊടുക്കുന്നത് അല്ലേ, മെയിൻ ഓഫീസിൽ നിന്ന്. അപ്പോൾ ഒരിക്കലും മിഡിൽ മെൻസ് ആയിട്ടുള്ള ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ് ഒന്നും ഇതിൽ വരുന്നില്ല. ആൻഡ് ഓൾ കൺട്രോൾ, ഇതിൻ്റെ മെയിൻ കൺട്രോളും മാനേജ്മെൻറ്റും എല്ലാം ചെയ്യുന്നത് ഹെഡ് ഓഫീസിൽ നിന്നായിരിക്കും, ബ്രാഞ്ച് ഓഫീസുകളിൽ നിന്നല്ല കൺട്രോൾ വരുന്നത്. സോ ദീസ് ആർ ദ മേജർ ഫീച്ചേഴ്സ്. അപ്പോൾ ഇതെല്ലാം ഫീച്ചേഴ്സ് കാരണം ഇതിന് കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. എന്തെല്ലാമാണ് മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക? സെൻട്രലൈസ് ബൈയിങ്ങിൻ്റെ ഒരു ഗുണം കിട്ടുന്നുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് സെൻട്രലൈസ്ഡ് ബൈയിങ് എന്ന് പറയുമ്പോൾ ഒരുമിച്ച് ഹെഡ് ഓഫീസ് വാങ്ങും, എന്നിട്ട് നമുക്ക് ഓരോ ബ്രാഞ്ച് ഓഫീസുകളിലേക്ക് കൊടുക്കും. അപ്പം ഒറ്റയടിക്ക് കുറേ ഗുഡ്സ് വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ എക്കണോമീസ് ഓഫ് ലാർജ് സ്കെയിൽ ബൈയിങ് ഉണ്ടാവും. കൂടുതൽ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ വാങ്ങുമ്പോൾ അവർക്ക് കുറച്ച് വില കുറച്ച് വാങ്ങാൻ പറ്റത്തില്ലേ. അതെല്ലാം നമ്മൾ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ഓരോരുത്തർ പോയി വാങ്ങുമ്പോൾ റേറ്റ് കൂടുതലായിരിക്കും. സോ ഇറ്റ് ഗീവ്സ് ദ ബെനിഫിറ്റ് ഓഫ് എ സെൻട്രലൈസ്ഡ് ബൈയിങ് ഇൻ മീൻസ് ഓഫ് ദ ക്യാഷ്. അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ ബൈയിങ്ങോട് നമുക്ക് എക്കണോമീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഒരു അഡ്വാൻറ്റേജ് യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് എ ഫസ്റ്റ് അഡ്വാൻറ്റേജ്. സെക്കൻഡ് വൺ ഇസ് നോ ഡെപ്റ്റ്, ബാഡ് ഡെപ്റ്റ്. എല്ലാം ക്യാഷ് ബേസിലാണ്. വർക്കിംഗ് ക്യാരി ആൻഡ് ക്യാഷ് ആൻഡ് ക്യാരി പ്രിൻസിപ്പിളാണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം കാശ് കൊടുത്ത് മാത്രമേ നമുക്ക് ഗുഡ്സ് വാങ്ങുന്നുള്ളൂ. അങ്ങനെയുള്ളതുകൊണ്ട് ഒരിക്കലും റിസ്ക് ഉണ്ടാവത്തില്ല, കിട്ടാക്കടങ്ങൾ ഉണ്ടാവത്തില്ല. ബാഡ് ഡെപ്റ്റ്സ് എന്ന് വെച്ചാൽ കിട്ടാക്കടങ്ങളാണ്. നമുക്കൊരിക്കലും ആ കടം ഇപ്പം പോലെയൊന്നും ഇതിൽ വരത്തില്ല, കിട്ടാക്കടങ്ങളായിട്ട് നമ്മൾ മാറ്റേണ്ടി വരത്തില്ല. കാശ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഗുഡ്സ് കിട്ടത്തുള്ളൂ. അപ്പോൾ സോ ദർ വിൽ ബി നോ ബാഡ് ഡെപ്റ്റ്സ് ഓ എനി കൈൻഡ് ഓഫ് കിട്ടാക്കടങ്ങളൊന്നും ഉണ്ടാവത്തില്ല. തേർഡ് വൺ ഇസ് പബ്ലിക് കോൺഫിഡൻസ്. എന്ന് വെച്ചാൽ യൂണിഫോമിറ്റി അല്ലേ, ക്വാളിറ്റി ആണ്. ഇപ്പോൾ റിലയൻസിലെ ക്ലോത്ത് നമുക്കിപ്പോൾ ഹെഡ് ഓഫീസ് ഇപ്പം മുംബൈയിൽ അവരുടെ യൂണിറ്റിൽ നിന്ന് വാങ്ങുന്നതും കേരളത്തിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്ന് ഇപ്പോൾ കേരളം തന്നെയാണെങ്കിൽ എറണാകുളത്ത് നിന്ന് വാങ്ങുന്ന റിലയൻസിൽ നിന്നും നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങുന്ന റിലയൻസിൽ നിന്നുള്ള പ്രൊഡക്റ്റിന് ഒരേ ക്വാളിറ്റിയും ഒരേ പ്രൈസും ആയിരിക്കും. നമ്മൾ എറണാകുളം പോകുന്നതുകൊണ്ട് അതിന് പ്രൈസ് കൂടുമോ, ഇവിടെ വന്നുകൊണ്ട് പ്രൈസ് കുറയോ ഒന്നുമില്ല. അതുകൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. പീപ്പിളിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ പബ്ലിക് കോൺഫിഡൻസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും ത്രൂ a multiple shop because of its uniformity in the quality and the price of the goods. That is the third advantage. Next one is the low cost of operations. എല്ലാം ലാർജ് സ്കെയിൽ ആയിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അതേപോലെ സെൻട്രലൈസ്ഡ് ആയിട്ടാണ് മാനേജ് ചെയ്യുന്നത്. സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബാക്കി ബ്രാഞ്ച് ഓഫീസുകളിൽ കൂടുതൽ ആൾക്കാർ, ഒരു ബ്രാഞ്ച് മാനേജർ ഉണ്ടാവും.
അതല്ലാതെ അവിടെ ഒരു HR അവിടെ ഒരു മാർക്കറ്റിംഗ് ഹെഡോ ഒന്നും വേണ്ട. അവിടെ ഒരു ബ്രാഞ്ച് മാനേജർ മാത്രം മതി. ബാക്കി ഇതിൻ്റെ മെയിൻ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നത് എവിടെയായിരിക്കും? ദ മെയിൻ ഹെഡ് ഓഫീസിലായിരിക്കും. അപ്പോൾ അവിടെയായിരിക്കും ഒരു മാർക്കറ്റിംഗ് ഹെഡും HR-നൊരു സെഷൻ ആൾക്കാരും മാർക്കറ്റിങ്ങിനും ഫിനാൻസിനും അക്കൗണ്ട്സ് ഹാൻഡ്ലിങ്ങും ഒക്കെ കുറേ ആൾക്കാർ ഹെഡ് ഓഫീസിൽ മാത്രം മതി. അവരായിരിക്കും സെൻട്രലി കൺട്രോൾ ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു ബ്രാഞ്ച് മാനേജർ കൊണ്ട് മാത്രമായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സാലറീസോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പിന്നെ സെൻട്രലൈസ് ബൈയിങ് ആയതുകൊണ്ട് ഒറ്റയടിക്ക് വാങ്ങുമ്പോൾ കുറച്ച് എക്കണോമീസ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറച്ച് കിട്ടും. അങ്ങനെയുള്ള എല്ലാ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻസും നമ്മൾ വളരെ രീതി കുറയ്ക്കാൻ പറ്റും ഇൻ കേസ് ഓഫ് എ മൾട്ടിപ്പിൾ ഷോപ്പ് ഓർ എ ചെയിൻ സ്റ്റോർ. നെക്സ്റ്റ്, റെഡ്യൂസ് ബിസിനസ് റിസ്ക്. നമ്മൾ ഒരേ കൈൻഡ് ഓഫ് ഗുഡ്സാണ് വിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു ബ്രാഞ്ച് ഓഫീസിൽ നമുക്കൊരു പ്രൊഡക്റ്റിന് അത്ര സെല്ലില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ബ്രാഞ്ച് ഓഫീസിലേക്ക് നമുക്ക് ഇതേ പ്രൊഡക്റ്റ് മാറ്റാം. എന്നുവെച്ചാൽ പ്രോഫിറ്റ് ഇല്ലാത്തടത്തു നിന്ന് പ്രോഫിറ്റ് ഉള്ളിടത്തോട്ട് മാറ്റിയിട്ട് നമുക്ക് അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബ്രാഞ്ച് വേണമെങ്കിൽ ക്ലോസും ചെയ്യാം. ഇപ്പം ഡ്രസ്സാണെന്ന് വെച്ചോ, എന്നാൽ നമ്മുടെ നാട്ടിലെ ആ ഡ്രസ്സുകൾക്കൊന്നും ഡിമാൻഡില്ല. ചിലപ്പം സ്ലീവ്സിൻ്റെ പ്രശ്നവും ജീൻസും ഒന്നും നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഗുഡ്സിനെ കുറച്ചുകൂടെ മെട്രോപൊളിറ്റൻ ആയിട്ടുള്ള സിറ്റീസ് ലൈക്ക് എറണാകുളം അങ്ങനെയുള്ളിടത്തോട്ട് നമ്മൾ വിട്ടു. അവിടെ വിട്ട് കഴിയുമ്പോൾ അവിടെ പോയിട്ട് ഈ പ്രൊഡക്റ്റിന് സെയിലുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ഈ ബ്രാഞ്ചിൽ അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന് ഇവിടെ സെല്ലില്ലാത്തതുകൊണ്ട് ആ ബ്രാഞ്ച് ക്ലോസ് ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരിക്കലും നഷ്ടം ഉണ്ടാവത്തില്ല. ബിക്കോസ് ദ ഗുഡ്സ് ആർ ട്രാൻസ്പോർട്ട് ടു ദ അനദർ ബ്രാഞ്ച്. സോ ബിസിനസ് റിസ്ക് നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദ ഫിഫ്ത്ത് അഡ്വാൻറ്റേജ്. നെക്സ്റ്റ് വൺ ഇസ് കോമൺ അഡ്വർടൈസ്മെൻറ്റ്. ഒറ്റൊരു ഹെഡ് ഓഫീസാണ് എല്ലാം കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം മാർക്കറ്റിങ്ങിൻ്റെ ആൾക്കാരും അഡ്വർടൈസിങ്ങിൻ്റെ ആൾക്കാരും ഒക്കെ അവിടെ ആയിരിക്കും. സോ അവരൊറ്റ ഒരു അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുത്താൽ മതി. ഇപ്പം മാവേലി സ്റ്റോഴ്സിൻ്റെയും ബാറ്റയുടെയൊന്നും ഓരോ ബ്രാഞ്ച് ഓഫീസ് വെച്ചല്ലല്ലോ പരസ്യം വരുന്നത്. ആ പ്രൊഡക്റ്റിൻ്റെ മെയിൻ ഓഫീസ് വെച്ചാൽ പ്രൊഡക്റ്റിന് മാത്രമേ അഡ്വർടൈസിങ് കൊടുക്കുന്നുള്ളൂ. ഇവിടെ വന്ന് വാങ്ങുമെന്ന് പറയില്ല. എന്നാൽ ചെറിയ ചെറിയ റീറ്റെയിൽ ഷോപ്സ്, ചില തുണിക്കടകൾ, ചെരുപ്പ് കടകളൊക്കെ നമുക്ക് ലോക്കൽ ചാനലിലൊക്കെ പരസ്യം കാണാറുണ്ട്. അവർ പ്രൊഡക്ട്സ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഗുഡ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു കാര്യം ഈ ബ്രാഞ്ച് ഓഫീസുകൾ ചെയ്യേണ്ടി വരത്തില്ല. ബിക്കോസ് ദ അഡ്വർടൈസ്മെൻറ്റ് വിൽ ബി മെയിൻലി ഡൺ ബൈ ദി ഹെഡ് ഓഫീസ് വിത്ത് മോർ സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജീസ്. അവർ അഡ്വർടൈസ് ചെയ്തോളൂ. ഒരു കോമൺ അഡ്വർടൈസിങ്സ് മാത്രമേ ഒരു ഇതിൽ ആവശ്യമുള്ളൂ. ദാറ്റ് ഈസ് നെക്സ്റ്റ് വൺ ഇസ് എ യൂണിഫോമിറ്റി ഇൻ ഡിസ്പ്ലൈഡ്. ഗുഡ്സിൻ്റെ ഡിസ്പ്ലേയും അതുപോലെ അവരുടെ ഡിസൈനൊക്കെ എല്ലായിടത്തും ഒന്നായിരിക്കും. ഡ്രസ്സാണെങ്കിലും അതർ ഗ്രോസറി ഐറ്റംസ് ആണെങ്കിലും ഷൂസ് ആണെങ്കിലും അതിൻ്റെയൊക്കെ മോഡൽസ് ഒന്നാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഒന്നായിരിക്കും, ഡിസ്പ്ലേ ചെയ്യുന്ന കാര്യങ്ങളൊന്നായിരിക്കും, അതിൻ്റെ ഡിസൈൻസ് ഒന്നായിരിക്കും. സോ ദർ വിൽ ബി ഓൾവേസ് എ യൂണിഫോമിറ്റി ഇൻ ഡിസ്പ്ലേ. അപ്പം ഒരു ബ്രാഞ്ച് ഓഫീസിൽ പോയാൽ മതി, അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ഷോപ്പിൽ പോയാൽ മതി നമുക്ക് വേണ്ട ഗുഡ് നമുക്ക് വാങ്ങാൻ വേണ്ടി. സോ ദാറ്റ് ഈസ് ദ യൂണിഫോമിറ്റി ഇൻ ഡിസ്പ്ലൈസ് അഡ്വാൻറ്റേജ്. നെക്സ്റ്റ് വൺ ഇസ് നോ ഫിയർ ഓഫ് ഓവർ സ്റ്റോക്കിംഗ്. ഒരിടത്ത് കൂടിപ്പോയി ഓഫീസിൻ്റെ സപ്ലൈ കൂടിപ്പോയി എന്ന് വരില്ല. എന്ന് വെച്ചാൽ നമുക്ക് റിക്വയർമെൻ്റ് അനുസരിച്ചേ ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് സാധനങ്ങൾ കൊടുക്കുകയുള്ളൂ. എന്തെങ്കിലും കാരണവശാൽ അവിടെ കൂടിപ്പോയാൽ തന്നെ നമുക്ക് കുറവുള്ള സ്ഥലത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരിക്കലും ഓവർ സ്റ്റോക്കിംഗ് എന്ന കൺസെപ്റ്റ് വരത്തേയില്ല. ഇൻഡിവിജ്വൽ പർച്ചേസ് ചെയ്യുമ്പോഴാണ്, ഓരോ ബ്രാഞ്ച് ഓഫീസ് സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്യുമ്പോഴാണ് അവർക്ക് ഓവർ സ്റ്റോക്കിങ്ങിൻ്റെ ഇഷ്യൂസ് വരിക. ഇത് ഹെഡ് ഓഫീസ് തന്നെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് ദേ ക്യാൻ ഹാവ് എ ബെറ്റർ കൺട്രോൾ ഓവർ ദ റിസോഴ്സസ് ആൻഡ് പ്രൊവൈഡ് ആസ് പെർ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ഈച്ച് ബ്രാഞ്ച് ഓഫീസസ്. ആൻഡ് ഇഫ് ഇൻ കേസ് ദർ ഇസ് എനി ഓവർ സ്റ്റോക്കിംഗ് ദേ ക്യാൻ ട്രാൻസ്ഫർ ഇറ്റ് ടു സം അതർ ഫേംസ് ഓർ സം ഓഫ് ദ branches. Okay, that is the advantage of overstocking. The fear, there will be no fear of overstocking. നെക്സ്റ്റ് വൺ ഇസ് എ ബെറ്റർ ലൊക്കേഷൻ. ഈ ചെയിൻ സ്റ്റോഴ്സ് എല്ലാം കാണുന്നത് എവിടെയായിരിക്കും? റെസിഡൻഷ്യൽ ഏരിയകളിൽ, സിറ്റീസിലെല്ലാം അവർ ബ്രാഞ്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിന് സുഖമായി. അവരൊരു ഹെഡ് ഓഫീസിലേക്ക് ദൂരെ ഒരു സ്ഥലത്തോട്ട് പോയി പ്രൊഡക്റ്റ് വാങ്ങേണ്ടതില്ല. ദ ഗുഡ്സ് വിൽ ബി അവൈലബിൾ അറ്റ് ദ കൺവീനിയൻറ്റ് പ്ലേസസ്. അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ സ്റ്റോഴ്സ് ഉള്ളിടത്തോളം കാലം ദർ വിൽ ബി ബെറ്റർ ലൊക്കേഷൻ ഫെസിലിറ്റി ഫോർ ദ കസ്റ്റമേഴ്സ്. ആൻഡ് അറ്റ് ലാസ്റ്റ് ബെറ്റർ ടേൺ ഓവർ. മൾട്ടിപ്പിൾ ഷോപ്സ് ആയതുകൊണ്ട് നമുക്ക് ടേൺ ഓവർ കൂട്ടാം. എല്ലാ കൺട്രികളിലും ഇവരുടെ ബ്രാഞ്ചുകളുണ്ടാവും. അപ്പം ഏത് കൺട്രിയിൽ നിന്നാണെങ്കിലും കസ്റ്റമേഴ്സ് വാങ്ങി നമ്മുടെ പ്രൊഡക്റ്റിന് നല്ല ടേൺ ഓവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദി മേജർ അഡ്വാൻറ്റേജസ് ഓഫ് ഹാവിങ് എ മൾട്ടിപ്പിൾ സ്റ്റോഴ്സ് ഓർ എ ചെയിൻ ഷോ. ദാറ്റ് ഈസ് ബെനിഫിറ്റ് ഓഫ് സെൻട്രലൈസ്ഡ് ബൈങ്, എക്കണോമീസ് ഓഫ് പർച്ചേസ്. ദെൻ നോ ബാഡ് ഡെറ്റ്, കിട്ടാക്കടങ്ങൾ ഉണ്ടാവത്തില്ല. പബ്ലിക് കോൺഫിഡൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദർ വിൽ ബി ലെസ് ലോസ് ഓർ കോസ്റ്റ് ഓഫ് operations.
including marketing, finance, accounts, everything, and reduce business risk. In case any of the unit is not giving as much benefit or sales turnover, we can transfer that goods into another branch and close the branch at all. So we can reduce the business risk. Then common advertisement is only required because individual advertising is not at all encouraged. Individual advertise ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ട്. Then uniformity in display and also uniformity in the quality of the goods. There will be no fear of overstocking of the goods. If there is any kind of overstocking, it can be transferred to any other location where there is only lesser quantity of goods. Then better location is provided and also better turnover for the products. These are the major advantages of having a multiple stores or a chain stores. So we have discussed what is a multiple stores, then what is a chain store, what are the major features, what are the advantage, and also now we are moving on to the disadvantage. ഇത്രത്തോളം അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും ചില കാര്യങ്ങൾ ഡിസഡ്വാൻറ്റേജ് ആയി മാറുന്നുണ്ട്. വാട്ട് ആർ ദി ലിമിറ്റഡ് ചോയ്സ്. നമുക്ക് കുറച്ച് ലൈൻ ഓഫ് ഗുഡ്സേ ഉള്ളൂ. ഇപ്പോൾ റിലയൻസിൽ പോയി തന്നെ റിലയൻസ് ട്രെൻഡ്സിൽ പോയി നമ്മൾ ഡ്രസ്സ് നോക്കുമ്പോൾ എവറി കൈൻഡ് ഓഫ് ഗുഡ്സ് നോട്ട് ബി പ്രസൻറ്റ് ദർ. അപ്പം എല്ലാ ലൈൻ ഓഫ് ഫ്യൂ ലൈൻസേ ഉള്ളൂ, എല്ലാ ലൈൻസ് ഓഫ് ഗുഡ്സ് ഉണ്ടാവത്തില്ല അവിടെ. ദാറ്റ് ഈസ് വൺ, ദാറ്റ് ഈസ് ദർ വിൽ ബി ലിമിറ്റഡ് സോഴ്സ് ഓർ ചോയ്സ് ഓഫ് ആസ് ദി ഡീൽ വിത്ത് ഓൺലി ഫ്യൂ ലൈൻസ് ഓഫ് ഗുഡ്സ്. സെക്കൻഡ്, ആസ് ദർ ഇസ് നോ ക്രെഡിറ്റ് ഫെസിലിറ്റി. നമ്മൾ പറഞ്ഞു ക്യാഷ് ആൻഡ് ക്യാരി ടെക്നിക്ക് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ മാത്രമാണ് ഈ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്റ്റോഴ്സ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഒരിക്കലും ക്രെഡിറ്റ് ഫെസിലിറ്റി നമ്മൾ ഗുഡ്സ് കൊടുക്കത്തില്ല. ക്രെഡിറ്റിൽ കൊടുത്തിട്ടില്ലെങ്കിൽ കുറേ സെയിൽസ് കുറയും, സെയിൽസ് വോളിയം നല്ല രീതി കുറയാനും ചാൻസ് ഉണ്ട്. ആസ് ദർ ഇസ് നോ ക്രെഡിറ്റ് ഫെസിലിറ്റി ദ സെയിൽസ് വോളിയം വിൽ ബി അഫക്റ്റഡ്. ദാറ്റ് ഈസ് എ സെക്കൻഡ് വൺ. ദ നോ പേഴ്സണൽ കോൺട്രാക്ട്. നമ്മളെന്താ ട്രേഡിംഗ് എല്ലാം ചെയ്യുന്ന ലാർജ് സ്കെയിലാണ്, അപ്പോൾ ആരും തമ്മിൽ ഒരു പേഴ്സണൽ ഒരു കോൺടാക്ട് ഉണ്ടാവത്തില്ല കസ്റ്റമേഴ്സുമായിട്ട്. സോ ദിസ് ക്യാൻ റിഡ്യൂസ് ദ സെയിൽസ് സംടൈംസ്. ദെൻ ബ്രാഞ്ച് മാനേജേഴ്സ് ഗീവ് ലെസ് കെയർ. ബ്രാഞ്ച് മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതൽ റോളില്ല. ഹെഡ് ഓഫീസുകളാണ് കൺട്രോൾ ചെയ്യുന്നത് മൾട്ടിപ്പിൾ ഷോപ്സ് അല്ല, അവരെല്ലാം ഹെഡായിട്ട് ഇരിക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് അവർ കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുത്ത് അവിടെ സെയിൽസ് കൂട്ടാനൊന്നും ശ്രമിക്കത്തില്ല. എന്നാൽ നമ്മൾ തന്നെയാണ് ഡീസെൻട്രലൈസ്ഡ് കൺട്രോളാണ് ചെയ്യുന്നതാണ്. ഓരോ ബ്രാഞ്ച് ഓഫീസുകളാണ് അവരുടെ അക്കൗണ്ട്സും എല്ലാം ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ ദേ വിൽ ട്രൈ ടു ഗീവ് ഔട്ട് പ്രോഫിറ്റ്. അവർ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, എന്തൊക്കെ രീതിയിൽ ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യണം കസ്റ്റമേഴ്സിന്, വാട്ട് ഷുഡ് ബി ദ സർവീസ് ദാറ്റ് വി നീഡ് ടു ഗീവ് ടു ദം ടു റിറ്റെയിൻ ദം, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇൻ കേസ് മൾട്ടിപ്പിൾ സ്റ്റോഴ്സിന് നടക്കത്തില്ല. ദ ബ്രാഞ്ച് മാനേജേഴ്സ് വിൽ ബി ലെസ് ബോതേർഡ് ടു ടേക്ക് എനി ഇനീഷ്യേറ്റീവ് ഇൻ കൈൻഡ് ഓഫ് സെല്ലിംഗ്. ആൻഡ് ലാസ്റ്റ്, ആസ് സെയിം ഗുഡ്സ് ആർ സോൾഡ്. ഒരേ ടൈപ്പ് ഓഫ് ഗുഡ്സാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്, സെയിം ഗുഡ്സ് അല്ലെങ്കിൽ സിമിലർ ലൈൻ ഓഫ് ഗുഡ്സ്. സോ ടേസ്റ്റ് മാറി അല്ലെങ്കിൽ അവരുടെ ഫാഷൻ മാറിയതിനനുസരിച്ച് ചിലപ്പോൾ പ്രൊഡക്ട്സ് മാറത്തില്ല. ഇൻ ദാറ്റ് കേസ് കസ്റ്റമേഴ്സ് ചിലപ്പോൾ നമ്മുടെ ഷോപ്പ് വേണ്ടാന്ന് വയ്ക്കും, അവർക്ക് വേറെ ഷോപ്പുകളെ പ്രിഫർ ചെയ്ത് നമ്മൾ പോകാൻ ചാൻസ് ഉണ്ട്. സോ ദീസ് ആർ ദ മേജർ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഹാവിങ് ദോസ് മൾട്ടിപ്പിൾ ഷോപ്സ് ഓർ ദ മൾട്ടിപ്പിൾ സ്റ്റോഴ്സ്. വാട്ട് ആർ ദേ? ലിമിറ്റഡ് ചോയ്സ് ഓഫ് ഗുഡ്സ് ആസ് ദേ പ്രൊവൈഡ് ഓൺലി ഫ്യൂ ലൈൻസ് ഓഫ് ഗുഡ്സ്. As there is no credit facility, the sales volume will be very low. As there is no personal contact because the trading is on a large scale. Then branch managers will take only little initiative as the main controllers of the multiple shops is done by the head offices. Then as the goods sold are very similar, there will be, in case of any change in the taste or the preference or the fashion, the customers will cause a great loss to the shops. So these are the major disadvantages of having a multiple stores. And the last one is the direct marketing. നമ്മൾ മൾട്ടിപ്പിൾ സ്റ്റോഴ്സും പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കേണ്ടത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്താണ്, വാട്ട് ആർ ദ മേജർ ടൈപ്സ് ഓഫ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആൻഡ് വാട്ട് ആർ ദ മെറിറ്റ്സ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡൂയിങ് എ ഡയറക്റ്റ് മാർക്കറ്റിംഗ്. നമുക്ക് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന ടേമിൽ നിന്ന് തന്നെ മനസ്സിലാവും. നമ്മൾ ഡയറക്റ്റായിട്ട് കസ്റ്റമേഴ്സിൽ ഗുഡ്സ് കൊടുക്കുന്നു, ഓർ സെല്ലിംഗ് ദ ഗുഡ്സ് ഡയറക്ട്ലി ടു ദ കസ്റ്റമേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അഡ്വർടൈസിങ് മീഡിയാസ്. ഏതെങ്കിലും അഡ്വർടൈസിങ് മീഡിയയിലൂടെ നമ്മൾ ഗുഡ്സ് സെല്ല് ചെയ്യുന്നു, അതിനെയാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ടി വി വെച്ചാൽ തന്നെ ചിലപ്പോൾ കാണാറുണ്ട്, പരസ്യങ്ങൾ കാണാറുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലെ ടി വി വെച്ചാൽ തന്നെ നാപ്തോളിൻ്റെ പരസ്യം കാണും, വിച്ച് ഇസ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ടി വി ബേസ്ഡ് അഡ്വർടൈസിങ്സ് ആണ്. അവർ ഡയറക്റ്റായിട്ടാണ് സെല്ല് ചെയ്യുന്നത്. നമ്മൾ അവരിൽ ഫോൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഗുഡ്സ് വരും. സോ ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ഗുഡ്സ് വാങ്ങുന്നു. സോ അങ്ങനെ നമ്മൾ അഡ്വർടൈസിങ് ഡയറക്റ്റ് കണ്ടിട്ട് ആ പ്രൊഡ്യൂസേഴ്സ് തന്നെ അല്ലെങ്കിൽ ആ ഡീലേഴ്സ് തന്നെ ഡയറക്റ്റായിട്ടാണ് നമുക്ക് ഗുഡ്സ് തരുന്നത്. അല്ലെങ്കിൽ ഫോണിൽ കൂടെ വിളിച്ച്, ഇതിന് ഫോണിൽ വരുന്നുണ്ട്, നമ്മൾ അതിലേക്കൊരു മിസ് കോൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഗുഡ്സ് വരുന്നത്. സോ ത്രൂ ഫോൺ ഓർ ത്രൂ ഇൻ്റർനെറ്റ്, നമ്മൾ ഇൻ്റർനെറ്റിൽ കാണാറുണ്ട് ബൈ ദിസ്,
ഇത്ര രൂപ, ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്ന ഓരോ ഇൻ്റർനെറ്റിലെ ഓരോ വെബ്സൈറ്റ്സ്, ഷോപ്പിംഗ് കാർട്ട്സ് ഉണ്ടാവും, ഷോപ്പിംഗ് വെബ്സൈറ്റ്സ് ഉണ്ട്, അതിൽ കൂടെ നമ്മൾ വാങ്ങാം. അതല്ലെങ്കിൽ മെയിൽ ചെയ്തിട്ട് നമുക്ക് ഗുഡ്സ് വാങ്ങാൻ പറ്റും. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, ഇപ്പോൾ ഉള്ള ഒരു മേജർ ഇതാണ് സോഷ്യൽ മീഡിയയിൽ, FBയിലുണ്ടാവും, അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൂടെ സെല്ല് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഉണ്ട്. ദെൻ വാട്സപ്പ് യൂസ് ചെയ്ത് വാട്സപ്പിൽ പല ഗ്രൂപ്പ്സിൽ നമ്മൾ കാണാറുണ്ട് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ വേസ് ഇൻ വിച്ച് വി ക്യാൻ ഡു എ ഡയറക്റ്റ് മാർക്കറ്റിംഗ്. സോ വി ആർ സെല്ലിംഗ് ദ ഗുഡ്സ് directly to the consumers through the help of some of the advertising medias like telephone, internet, mail and social medias like FB, Instagram, WhatsApp, Twitter, any kind of social media. ഇങ്ങനെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതിനെയാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത് തന്നെ പല ടൈപ്പ് ഉണ്ട്. അതിനെയാണ് ഡയറക്റ്റ് മെയിൽ, കാറ്റലോഗ് മെയിലിംഗ്, ടെലി മാർക്കറ്റിംഗ്, ഓരോ ഹോം സെല്ലിംഗ്, ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. സോ വി ആർ മൂവിങ് ഓൺ ടു ദ 3 ടൈപ്സ്. നമുക്ക് മെയിൻലി പഠിക്കേണ്ട 3 തരത്തിലുള്ള ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്. ദ ഫസ്റ്റ് വൺ ഇസ് ദ ഡയറക്റ്റ് മെയിൽ. ദാറ്റ് ഈസ് ബ്രാൻഡഡ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഗുഡ്സ് അഡ്വർടൈസ് ചെയ്യും, എന്നിട്ട് ഡയറക്റ്റ് മെയിൽ ചെയ്ത് കൊടുക്കും. അപ്പം പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിലെ ലെറ്റേഴ്സ് അല്ലെങ്കിൽ കാർഡ്സ് എന്ന രീതിയിൽ നമ്മൾ, അല്ലെങ്കിൽ ഓർഡേഴ്സ് എന്ന നമ്മുടെ ഗുഡ്സിനെ പറ്റിയിട്ടുള്ളൊരു വിവരം നമ്മൾ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു, കാർഡ്സ് ആയിട്ടോ ലെറ്റേഴ്സ് ആയിട്ടോ. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ ഓർഡേഴ്സിനുള്ള എനിക്ക് ഓർഡർ ഇതാണ് എന്നുള്ളത് ഫോണിൽ വിളിച്ചോ അല്ലെങ്കിൽ മെയിലായിട്ടോ നമുക്ക് അയച്ചു തരും. അപ്പോൾ നമ്മൾ ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അതിനെയാണ് ഡയറക്റ്റ് മെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ ഇത് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഒരു ക്ലബിലെ മെമ്പർഷിപ്പ്, ജേർണൽസ് എല്ലാം വാങ്ങാൻ വേണ്ടി. ഇപ്പം നമ്മൾ പത്രത്തിൽ കാണാറുണ്ടാവും ഒരു BSC എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാഗസീൻസ് ഒക്കെ ഉണ്ട്, ബാങ്കിങ് ക്രോണിക്കിളായിട്ട്. അപ്പോൾ ആ ക്രോണിക്കലിൻ്റെ പരസ്യം എങ്ങനെയാണ് വരിക, അത് പത്രത്തിൻ്റെ കൂടെ ഒരു പേപ്പറിലുണ്ടാവും. നിങ്ങൾക്ക് സ്കോളർഷിപ്പ്, ഇതിൻ്റെ ഒരു മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ഗുഡ്സ് നിങ്ങൾക്ക് ഈ മാഗസീൻ കിട്ടുന്നതായിരിക്കും വിതൗട്ട് എനി എക്സ്ട്രാ ചാർജസ്, കറക്റ്റ് ചാർജ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന രീതി നമ്മളൊരു ഓർഡർ കൊടുക്കുന്നു. മെയിലായിട്ടോ ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ ലെറ്റർ ആയിട്ടോ നമ്മൾ കൊടുക്കും. അപ്പോൾ ഡയറക്റ്റ് മെയിലിലൂടെ നമുക്ക് സെല് ചെയ്യാം. ദാറ്റ് ഈസ് എ ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് ഡയറക്റ്റ് മെയിൽ. സെക്കൻഡ് വൺ ഈസ് എ കാറ്റലോഗ് മെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ ചെയ്യുന്ന ബുക്ക് സെല്ലേഴ്സാണ്. അവർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവരുടെ ഒരു ഡീറ്റെയിൽസ് ഓഫ് ബുക്സ് ഒരു കാറ്റലോഗ് പോലെ ഉണ്ടാക്കി പ്രൈസ് എത്രയാണ് എന്നത് എഴുതിയിട്ട് പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് കൊടുക്കും. അപ്പോൾ ആ കസ്റ്റമേഴ്സ് ഈ കാറ്റലോഗ് കണ്ട് കണ്ടൻസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണ്, അവർക്ക് വേണ്ട ഗുഡ്സ് ആണ് അല്ലെങ്കിൽ ബുക്സ് ആണെന്ന് തോന്നുമ്പോൾ അവരതിനുള്ള ഓർഡർ പ്ലേസ് ചെയ്യും. അതിനെയാണ് കാറ്റലോഗ് മെയിലിംഗ് എന്ന് പറയുന്നത്. പക്ഷേ കുറച്ച് ഗുഡ്സുകൾ ഉണ്ടാവും, ഡീറ്റെയിൽസ് ഓഫ് ബുക്സ് അങ്ങനെ വന്ന് അതിൻ്റെ പ്രൈസും എഴുതി, അതിനെയാണ് കാറ്റലോഗ് മെയിലിംഗ് എന്ന് പറയുന്നത്. തേർഡ് വൺ ഈസ് ദ ഹോം സെല്ലിംഗ്. ഹോം സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റേഴ്സ് അല്ലെങ്കിൽ ഓരോ അഡ്വർടൈസിങ് ആൾക്കാരുണ്ടല്ലോ, അവർ ഓരോരുത്തർ ഡോർ ടു ഡോർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് എന്ന് പറയും, അവർ ഡോർ ടു ഡോർ ആയിട്ട് സെയിൽസ് ഫോഴ്സുകളിലൂടെ എത്തിക്കും. എന്നിട്ട് ഡോർ ടു ഡോർ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ കൺവിൻസ് ചെയ്തിട്ട് നമ്മൾ ഗുഡ്സ് കൊടുക്കുന്നു, ഗുഡ്സ് വാങ്ങിപ്പിക്കുന്നു. അതിനെയാണ് നമ്മൾ ഹോം സെല്ലിംഗ്, ഇൻ ഹോം സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ കൂടുതൽ കാണാറുണ്ട്. ഇപ്പോഴത്തെ സമയത്ത് കുറവാണ്, ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് ആരും നമ്മുടെ വീട്ടിൽ വന്ന് മാർക്കറ്റ് ചെയ്യുന്നില്ല. പക്ഷേ കുറച്ച് നാൾ മുമ്പ് ഓരോരുത്തർ വലിയ ബാഗൊക്കെ ആയിട്ട് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് വരും, എന്നിട്ട് അവരുടെ കയ്യിൽ പല ഗുഡ്സ് ഉണ്ടാവും ഒരു കമ്പനിയുടെ തന്നെ. അവർ ആ ഗുഡ്സിനെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു തരും ആദ്യം, എന്നിട്ട് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചിലപ്പോൾ കാണിച്ചു തരും, അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് പറഞ്ഞു തരും. ഇപ്പം ചിലപ്പോൾ എന്തെങ്കിലും ഗുഡ്സ് ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ അത് ഫുഡ് ഐറ്റംസിൻ്റെ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണ്, ഇത് ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെയാണ് നല്ലത്, അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും, ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ അറിയാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നതാണ് ഒരു ഇൻ ഹോം സെല്ലിംഗ് എന്ന് പറഞ്ഞത്. ഇത് നമ്മൾ നോർമലി കാണുന്ന ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ടെക്നിക്സ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. കൂടാതെ ഡയറക്റ്റ് മെയിൽ മീൻസ് നമ്മൾ ഡയറക്റ്റ് മെയിലോ ടെലിഫോണിലോ ഓർഡർ പ്ലേസ് ചെയ്യുന്നു. കൂടുതലത് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, മെമ്പർഷിപ്പിന്, ക്ലബ്, ഇതിനെല്ലാം വേണ്ടി, ജേർണൽസിനെല്ലാം വേണ്ടി. കാറ്റലോഗ് മെയിലിംഗ് എന്ന് വെച്ചാൽ ബുക്സിൻ്റെയൊക്കെ കേസിൽ ബുക്സിൻ്റെ പേരും അതേപോലെ അതിൻ്റെ പ്രൈസും ആയിരിക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് അവർ വാങ്ങുന്നു. ദാറ്റ് ഈസ് ദ കാറ്റലോഗ് മെയിലിംഗ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ദ ഇൻ ഹോം സെല്ലിംഗ്. ഇൻ ഹോം സെല്ലിംഗ് എന്ന് പറയുമ്പോഴെന്താണ്, നമ്മൾ ഡയറക്റ്റായിട്ട് ഓരോ മാർക്കറ്റേഴ്സ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് നമ്മുടെ വീട്ടിൽ വന്ന് നമുക്ക് പ്രൊഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരും. സോ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ത്രൂ ഡയറക്റ്റ് കോൺടാക്ട് ആൻഡ് ഓൾസോ അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് ഹൗ ടു പെർഫോം ദാറ്റ്, എങ്ങനെ നമ്മൾ ആ പ്രൊഡക്റ്റിനെ യൂസ് ചെയ്യണം എന്നത് വരെ നമുക്ക് ഐഡിയ കിട്ടും. ദാറ്റ് ഈസ് ദ ഹോം സെല്ലിംഗ്. സോ ഇങ്ങനെ ചെയ്തുകൊണ്ട് കുറച്ച് ഗുണങ്ങളുണ്ട്. വാട്ട് ആർ ദ മേജർ മെറിറ്റ്സ്?
ഇറ്റ് ക്യാൻ ബിൽഡ് ലോയൽറ്റി. ഡയറക്റ്റായിട്ട് നമ്മളോട് ചേർന്ന് ഒരു മെയിലിലൂടെയോ SMS-ലൂടെയോ ഡയറക്റ്റ് മെയിലിലൂടെയോ അല്ലെങ്കിൽ ഒരു ലെറ്ററിലൂടെയോ ഫോണിലൂടെയോ ഒക്കെ കോൺടാക്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു ലോയൽറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കസ്റ്റമറുമായിട്ടൊരു ബന്ധം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഹോം സെല്ലിംഗ് ആകുമ്പോൾ നമ്മുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് നമ്മളോട് നേരിട്ട് സംസാരിക്കുക. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ബന്ധം കൂട്ടാൻ പറ്റും. സോ ഇറ്റ് ബിൽഡ്സ് ലോയൽറ്റി. സെക്കൻഡ് വൺ ഇസ് ഇറ്റ് ഇസ് കോസ്റ്റ് എഫക്റ്റീവ്. കസ്റ്റമേഴ്സിന് ഡയറക്റ്റായിട്ട് മീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ മിഡിൽമെൻസ് വേണ്ട. അപ്പോൾ മിഡിൽമെൻ ഹോൾസെയിലേഴ്സിനോ റീറ്റെയിലേഴ്സിനോ ഒരു രീതിയിലുള്ള മാർജിൻസും കൊടുക്കേണ്ട. അവർക്ക് പ്രൊഡക്റ്റിൻ്റെ ഒട്ടും പ്രൈസ് കൂട്ടേണ്ടി വരില്ല. നമുക്ക് നോർമലി എപ്പോഴും നമുക്ക് എത്രത്തോളം ഇൻ്റർമീഡിയറ്റ്സ് ഉണ്ടോ അതിനനുസരിച്ച് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂട്ടേണ്ടി വരും. അവർക്കെല്ലാം അതിൻ്റെ ഒരു ഷെയർ കൊടുക്കണ്ടേ, അതുകൊണ്ട് പ്രൈസ് കൂട്ടേണ്ടി വരും. പക്ഷേ ഡയറക്റ്റായിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് പ്രൈസ് വളരെയധികം കൂട്ടേണ്ടി വരത്തില്ല. ഇച്ചിരി കൂട്ടിയാൽ മതിയായിരിക്കും. നമ്മുടെ ആ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സിന് കൊടുക്കേണ്ട പൈസ മാത്രമേ കൂട്ടേണ്ടി വരുള്ളൂ. സോ വി ക്യാൻ എലിമിനേറ്റ് ദ പ്രൈസ് ഹൈക്സ്. സോ it becomes cost effective. Next one is it builds a CRM. CRM is customer relationship management ആണ്. കസ്റ്റമറുമായിട്ടൊരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഹോം സെല്ലിംഗ് എന്ന് വെച്ചാൽ നേരിട്ട് നമ്മുടെ കമ്പനിയുടെ ഓരോ റെപ്രസെൻറ്റേറ്റീവ്സ് ആവും ഓരോ ഇൻഡിവിജ്വൽസിനെ കാണുന്നത്. അപ്പോൾ അവരുമായിട്ടൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ക്യാൻ ബി ഡൺ വിത്ത് എ ഡയറക്റ്റ് മാർക്കറ്റിംഗ്. നെക്സ്റ്റ് വൺ ഇസ് എ ലോങ് സ്റ്റാൻഡിങ് റെപ്യൂട്ടേഷൻ. നമുക്ക് റെപ്യൂട്ടേഷൻ കൂട്ടാൻ പറ്റും. നമ്മളുമായിട്ട് അത്ര ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് കൂടും, അങ്ങനെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും കൂടും. സോ ഇറ്റ് ക്യാൻ ക്രിയേറ്റ് എ ലോങ് സ്റ്റാൻഡിങ് റെപ്യൂട്ടേഷൻ ഫോർ ദ കമ്പനി. ആൻഡ് നെക്സ്റ്റ് പേഴ്സണലൈസ്ഡ് ആൻഡ് ടാർഗറ്റഡ്. നമുക്ക് വേണ്ട കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ നമുക്ക് വിശ്വാസമുള്ള കസ്റ്റമേഴ്സിലായിരിക്കും നമ്മൾ ചെല്ലുന്നത്, പൊട്ടൻഷ്യൽ ബയേഴ്സായിട്ട് തോന്നുന്നവരെ. അങ്ങനെ ചെല്ലുന്നതുകൊണ്ട് നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് അവർക്ക് വേണ്ട ഗുഡ്സ് എന്താ അത് എത്തിക്കാൻ പറ്റും. പേഴ്സണലൈസ്ഡ് ആക്കി ടാർഗറ്റഡ് കസ്റ്റമേഴ്സിലേക്ക് ഗുഡ്സ് എത്തിക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ ഇസ് റെഡ്യൂസ് അവയർനെസ് ഓഫ് ദ കോമ്പറ്റീറ്റേഴ്സ്. കോമ്പറ്റീറ്റേഴ്സിനെ പറ്റി കൂടുതലൊന്നും ഈ കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കത്തില്ല. നമ്മുടെ എപ്പോഴും ടി വിയിലൂടെയോ റേഡിയോയിലൂടെ നമ്മുടെ തന്നെ പ്രൊഡക്റ്റ് ആയിരിക്കും അവരുടെ മനസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് കുറച്ച് എഫക്റ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് പോയിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ അവരപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിൽ അങ്ങ് കോൺഫിഡൻസ് ബിൽഡായി പോകും. അവരപ്പോൾ കോമ്പറ്റീറ്റർ പ്രൊഡക്റ്റിനെ പറ്റി ആലോചിക്കില്ല. നമുക്ക് ഡോർ സ്റ്റെപ്പ് കിട്ടിയില്ലേ എന്ന രീതി വെച്ചിട്ട് കസ്റ്റമേഴ്സ് പ്രൊഡക്ട്സ് വാങ്ങാൻ ചാൻസ് കൂടുതലാണ്. ദാറ്റ് ഇസ് റെഡ്യൂസ്ഡ് അവയർനെസ് ഓഫ് ദീസ് കോമ്പറ്റീറ്റേഴ്സ്. ദെൻ അഫോർഡബിൾ. എന്നിട്ട് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആകുമ്പോൾ നമ്മൾ കൂടുതലും മാർക്കറ്റിംഗ് വേറെ അഡ്വർടൈസിങ്സ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ മെയിലൊക്കെ ചെയ്യുന്നത്. സോ ഇറ്റ് ക്യാൻ റെഡ്യൂസ് ദിസ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ക്യാൻ റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് advertising campaigns and all. Okay, that is it makes the marketing very affordable. Then informative one, direct ആയിട്ട് കസ്റ്റമേഴ്സിന് അവരുടെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസ് ആഫ്റ്റർ സർവീസ് എന്തെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു, പ്രൈസ് എന്താണ് എന്നെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും കസ്റ്റമേഴ്സിന് അത് ഇൻഫോർമേറ്റീവ് ആയിട്ടിരിക്കും ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ്. നെക്സ്റ്റ് വൺ ഇസ് എ ഫീഡ്ബാക്ക്. ഒരു എക്സാക്റ്റ് ആയിട്ടില്ലെങ്കിൽ പ്രോപ്പർ ഫീഡ്ബാക്ക് കിട്ടും കസ്റ്റമേഴ്സിന് ത്രൂ എ ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ആൻഡ് ലാസ്റ്റ് ടെസ്റ്റ് മാർക്കറ്റിംഗ്. നമുക്ക് ഒരു പ്രൊഡക്റ്റിന് ഇത്ര പ്രൈസിൽ കസ്റ്റമേഴ്സ് വാങ്ങൂ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ടെക്നിക്സാണ് ആദ്യം യൂസ് ചെയ്യേണ്ടത്. ഒരു ടെസ്റ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ കൺസെപ്റ്റ് ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എടുക്കണം. ബിക്കോസ് കസ്റ്റമേഴ്സിന് നമ്മളൊരു പ്രൊഡക്റ്റിന് ഇത്ര വാല്യൂ തോന്നിയിട്ട് നമ്മൾ അത്ര രൂപയ്ക്കങ്ങ് വിൽക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ മാർക്കറ്റിൽ ഡയറക്റ്റായിട്ട് നമ്മൾ ചെല്ലാണ്ട് നോർമൽ മിഡിൽ മെന്നെ ഉപയോഗിച്ചിട്ടൊക്കെ സെല്ല് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ നമ്മുടെ ഗുഡ്സിന് ചിലപ്പോൾ റീച്ച് എത്തണമെന്നില്ല. അപ്പോൾ നമ്മൾ ശരിക്കും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ചെറിയ സാമ്പിൾസ് ആയിട്ടോ അതിൻ്റെ ഒരു ചെറിയ മോഡലായിട്ട് നമ്മൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യണം. അപ്പോൾ കസ്റ്റമേഴ്സിൽ നിന്ന് നമുക്ക് നേരിട്ടൊരു ഐഡിയ കിട്ടും. ഞങ്ങളുടെ പ്രൊഡക്റ്റിന് ഇത്രത്തോളം വാല്യൂസാണ് കസ്റ്റമർ കൊടുക്കുന്നത്, അപ്പോൾ ഇത്രത്തോളം പ്രൈസിനൊക്കെ നമ്മൾ വിൽക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് സെല്ലാവും. അങ്ങനെ ഒരു കൺസെപ്റ്റ് ടെസ്റ്റിങ്ങിന് നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. സോ ദീസ് ആർ ദി മേജർ അഡ്വാൻറ്റേജസ് ഓഫ് ഹാവിങ് എ ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഇതേപോലെ കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ്? ലിമിറ്റഡ് റീച്ച്. നമുക്ക് കുറച്ച് ടാർഗറ്റ് കസ്റ്റമേഴ്സിൽ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിലൂടെ എത്തിക്കാൻ പറ്റും. എല്ലാവരുടെ ഫോൺ നമ്പർ എടുത്തോ എല്ലാവരെയും ഡയറക്റ്റ് മീറ്റ് ചെയ്തിട്ടോ എന്നിട്ട് നമുക്ക് ഗുഡ്സ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചിലപ്പോൾ കുറേ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് നമ്മളെ കൈവിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഒരു മാസ് ഡിസ്ട്രിബ്യൂഷനാണ്, ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും എല്ലാം വെച്ചിട്ടാണെങ്കിൽ ദേ വിൽ ഹെൽപ്പ് അസ് ടു മേക്ക് അവർ പ്രൊഡക്റ്റ് റീച്ച് ടു ഓൾ കോൺസ് ആൻഡ് കോർണേഴ്സ്, എല്ലായിടത്തും എത്തിക്കാനുള്ള സഹായം അവർ തരുന്നതായിരിക്കും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ, ലിമിറ്റഡ് റീച്ച് ദ കസ്റ്റമേഴ്സ്. ദെൻ ഇമേജ് ഇമ്പാക്റ്റ്.
ചിലപ്പോൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അഡ്വർടൈസിങ് ചെയ്യാൻ പറ്റത്തില്ല. ഡയറക്റ്റ് മാർക്കറ്റിംഗ് പറഞ്ഞു കൊടുക്കുന്ന രീതി, ഈ അഡ്വർടൈസിങ് അല്ല, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് പറയുന്ന രീതിയോ എന്തെങ്കിലും കൊണ്ട് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടാണ്ട് വന്നാൽ പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് സെയിലേ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് വൺ. ഇമേജ് ഇമ്പാക്ട്. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ പറയുക. അപ്പോൾ നമ്മൾ ആ കസ്റ്റമേഴ്സിനെ നേരിട്ട് മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ പ്രൊഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻ ഒന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇറ്റ് വിൽ കോസ് എ നെഗറ്റീവ് ഇമേജ് ഫോർ ദ പ്രൊഡക്റ്റ്. ദെൻ ഫെയിൽസ് ടു ഗെറ്റ് ദ റിപ്പീറ്റ് കസ്റ്റമേഴ്സ്. ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആകുമ്പോൾ ചിലപ്പോൾ ഇൻഫീരിയർ ക്വാളിറ്റി ഗുഡ്സ് ആയിപ്പോയി, പിന്നെ നമുക്ക് ആ ഓർഡർ റിപ്പീറ്റ് ചെയ്ത് കിട്ടത്തില്ല, സെയിം പ്രൊഡക്റ്റ് അവർ വാങ്ങണമെന്നില്ല. ലോങ് സ്റ്റാൻഡിങ് ഇംപ്രഷൻ ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതാണ് ഒരു കാര്യം. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഇൻകൺവീനിയൻറ്റ് ടു ദ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് ചിലപ്പോൾ ഇഷ്ടമല്ല എപ്പോഴും ഈ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സൊക്കെ അവരുടെ വീട്ടിൽ വരുന്നതും ഫോൺ വിളിക്കുന്നതൊക്കെ. നമ്മൾ ചിലപ്പോൾ ഒരു പ്രാവശ്യം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് നമ്മളെങ്ങനെ സേവ് ചെയ്തിടും. എൻ്റെ ഇടയ്ക്കിടയ്ക്ക് അവരുടെ പുതിയ പ്രൊഡക്റ്റ് വരുമ്പോൾ നമ്മളെ വിളിക്കും, നമുക്ക് മെയിൽ അയക്കും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യും, അവരെ ബ്ലോക്ക് ചെയ്യും, അവരുടെ മെയിൽസ് എല്ലാം ബ്ലോക്ക് ചെയ്ത് കളയും. അപ്പം അങ്ങനെ നമ്മൾ ഓഡ് ടൈംസിൽ വിളിക്കുക, ഓഡ് ടൈംസിൽ മീറ്റ് ചെയ്യാൻ വരുന്നതൊന്നും നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. ദാറ്റ് ഈസ് ഇൻകൺവീനിയൻസ് ടു ദ കസ്റ്റമേഴ്സ്. ദെൻ ലോ റെസ്പോൺസ് റേറ്റ്. ഇതേ കാരണം വെച്ചാൽ പല പ്രാവശ്യമായി നമ്മൾ ഇങ്ങനെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഒരു ഇറിറ്റേഷനായിട്ട് തോന്നും. അവർ ചിലപ്പോൾ നമ്മൾ ഡു നോട്ട് ഡിസ്റ്റർബിലാക്കിയിടും ഫോണിലാണെങ്കിൽ, അല്ലെങ്കിൽ അവർ നമ്മളെ ബ്ലോക്ക് ചെയ്യാം. അങ്ങനെയുള്ള ഇറിറ്റേഷൻ ആവാൻ ചാൻസ് ഉണ്ട്. സോ ദർ വിൽ ബി നോ റെസ്പോൺസ്, അല്ലെങ്കിൽ ലോ റെസ്പോൺസ് ആയിരിക്കും. ദെൻ എക്സ്പെൻസീവ് ആൻഡ് ടൈം കൺസ്യൂമിങ്. നമുക്ക് കൂടുതൽ അഡ്വർടൈസിങ്സ് കൊടുക്കണ്ടെങ്കിലും നമുക്ക് ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സണൽസ് വേണം ഇത് പ്രൊഡക്റ്റ് അവരിലേക്ക് എത്തിക്കാൻ. മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് നല്ല രീതിയിൽ സംസാരിക്കുന്നവരായിരിക്കണം. സോ ദർ വിൽ ബി മോർ എക്സ്പെൻസ്. അവരുടെ ട്രാവലിംഗ് എക്സ്പെൻസും അവരുടെ അല്ലാത്ത ചിലവുകളും അവരുടെ സാലറി എല്ലാം ചിലപ്പോൾ കൂടുതലാകാം. സോ ആൻഡ് ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ് ഓൾസോ. നമ്മൾ ഓരോ കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്ത് പ്രൊഡക്ട്സ് കൊടുക്കുമ്പോൾ അത് ടൈം കൺസ്യൂം ആകാനും ചാൻസ് ഉണ്ട്. ആൻഡ് ലാസ്റ്റ്, എൻവിയോൺമെൻറ്റൽ ഇമ്പാക്ട്. നമ്മൾ ഡയറക്റ്റായിട്ട് ഇങ്ങനെ മെയിൽ കൊടുക്കുന്നു അല്ലെങ്കിൽ ഫോൺ ചെയ്യുന്നു, ഇതെല്ലാം എൻവിയോൺമെൻറ്റൽ ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്നു. റീസൈക്കിൾ മെറ്റീരിയൽസ് ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കേസിൽ എൻവിയോൺമെൻറ്റ് ഇമ്പാക്റ്റും ഉണ്ടാവും. സോ ദീസ് ആർ ദ മേജർ ഡിസ്അഡ്വാൻറ്റേജ് ഓർ ഡീമെറിറ്റ്സ് ഓഫ് ഹാവിങ് എ ഡയറക്റ്റ് മാർക്കറ്റിംഗ്. സോ ടുഡേ വിത്ത് ദിസ് വി ക്യാൻ എൻഡ് അവർ മൊഡ്യൂൾ നമ്പർ 4. ആൻഡ് ഫ്രം നെക്സ്റ്റ് വി ക്യാൻ സ്റ്റാർട്ട് ദ മൊഡ്യൂൾ നമ്പർ 5. ഓക്കെ, ഇന്നത്തോടെ ഇനി നിങ്ങൾക്ക് പൂജ ഹോളിഡേയ്സ് ആണ്. സോ after this we can start our lectures. Okay, so today we have discussed first the multiple shops or the chain stores and what are the major features, then advantage and the disadvantage, and next we have discussed the direct marketing, its types, its merits and the demerits. For with this I can end your portions. നിങ്ങൾ എല്ലാവരും ഈ പോർഷൻസ് വായിച്ചിട്ട് ഇതിൻ്റെ ഒരു വോയിസ് നോട്ട് എനിക്ക് അയക്കണം. Okay, so we can meet in the next lecture. Thank you.